ഇപ്പം നമുക്ക് എന്നാ NPS എന്ന് പറഞ്ഞൊരു വലിയൊരു പെൻഷൻ പദ്ധതി, അതിൻ്റെ കീഴിൽ വരുന്നതാണ് എംപ്ലോയി. ആ എംപ്ലോയി പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്ന കാശ് കൈകാര്യം ചെയ്യുന്നത് PFRDA എന്ന് പറയുന്നൊരു ബോർഡിൻ്റെ കീഴിലാണ്. അവരാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ നമ്മുടെ പൈസ കൊടുക്കാമെന്ന്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പെൻഷൻ ഫണ്ട് മാനേജറുണ്ട്. HDFC, ICICI, SBI, LIC പോലത്തുള്ള പെൻഷൻ ഫണ്ട് മാനേജറുണ്ട്. നമ്മൾ അടയ്ക്കുന്ന പൈസ PFRDA തയ്യാറാക്കിയിട്ടുള്ള ആപ്പ് വഴി ഓരോ പെൻഷൻ ഫണ്ട് മാനേജർമാരുടെ കൈവശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിക്ഷേപം 4 അസറ്റ് ക്ലാസ്സിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അതായത് സ്കീം E, സ്കീം A, സ്കീം G, സ്കീം C. അതായത് ഇക്വിറ്റി, അതർ ഓൾട്ടർനേറ്റീവ് ചോയ്സ്, ഓൾട്ടർനേറ്റീവ് അസറ്റ്, ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്. ഇത് മൂന്നിൽ നിന്നും കിട്ടുന്ന ശരാശരി ലാഭം എന്ന് പറയുന്നത് 8% മുതൽ 9.5% വരെയാണ്. എന്നാൽ ഇക്വിറ്റിയുടെ കാര്യം എടുത്താൽ അവിടെ അവറേജ് 13% മുതൽ 15% വരെ റിട്ടേൺ ഉണ്ട്. റിട്ടേൺ അത്രയും ഉണ്ടെങ്കിലും റിസ്ക്കും അത്രയും തോളം ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഇതിനകത്ത് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പെൻഷൻ ഫണ്ട് മാനേജർമാർ ഈ 4 അസറ്റ് ക്ലാസ്സിലാണ് നിക്ഷേപം നടത്തുന്നത്. അതായത് 3 ചോയ്സ് ഉണ്ട്. ഡിഫാൾട്ട് ചോയ്സ്, പിന്നെ ഓട്ടോ ചോയ്സ് ഉണ്ട്, പിന്നെ ആക്റ്റീവ് ചോയ്സ് ഉണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഇതിനകത്ത് നിക്ഷേപം നടത്തുന്നത്. ഈ ഡിഫാൾട്ട് ചോയ്സാണ് ഈ പറയുന്ന ഒരു എംപ്ലോയി സർവീസിൽ കയറുമ്പോൾ ആദ്യം മുതൽ ലഭിക്കുന്നത്. അതിൽ കേവലം 25% മാത്രമാണ് സ്കീം ഇയിൽ പോകുന്നത്. ബാക്കി 75% പോകുന്നത് സ്കീം ജിയിലും സ്കീം സിയിലും മാത്രമാണ്. അപ്പോൾ അതായത് ഇത്രയാണ് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ശരാശരി 13 മുതൽ 15% വരെ റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമിൽ പോകുന്നത് വെറും 25% മാത്രമാണ് സ്കീം ഇയിൽ പോകുന്നത്. ബാക്കി 75% 8% മുതൽ 9.5% വരെ റിട്ടേൺ കിട്ടുന്ന സ്കീമിലേക്കാണ് പോകുന്നത്. എന്നാൽ ഓട്ടോ ചോയ്സിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 4 രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് അവിടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് LC75 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, LC50 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, LC25 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ബാലൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലെന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ LC75 എന്ന് പറഞ്ഞാൽ 75% വരെ ഓഹരിയിലിടാൻ പറ്റും. എപ്പോൾ വരെ എന്ന് വെച്ചാൽ 35 വയസ്സ് വരെ. അതിനുശേഷം ഓരോ വർഷവും 4% വെച്ച് കുറഞ്ഞ് നമ്മൾ പെൻഷൻ പറ്റാറാകുമ്പോഴത്തേക്കും 55 വയസ്സ് വരെ, അതായത് 55 വയസ്സ് പൂർത്തിയാകുമ്പോൾ 15% മാറും ഇക്വിറ്റിയിലെ അലോക്കേഷൻ. ബാക്കി 85% ബോണ്ടിലേക്ക് പോകും. അതായത് തുടങ്ങിയപ്പോൾ 75% ഓഹരിയിലായിരുന്നു. നമ്മൾ 55 വയസ്സാകുമ്പോഴോട് വെറും 15% മാത്രമാണ് LC75 ഓഹരിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാം 35 വയസ്സ് കഴിയുന്നവർ റിസ്ക് കുറഞ്ഞ നിക്ഷേപ രീതിയിലേക്ക് നമ്മുടെ പണത്തിനെ മാറ്റുകയാണ് ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് മാനേജർമാർ. അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഒരു ജീവനക്കാരൻ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. LC50 50% ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നത്, 50% ബോണ്ടിൽ. 35 വയസ്സ് കഴിയുമ്പോൾ 2% വെച്ച് കുറയും. അത് 55 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞ് അത് 10% എന്ന് പറഞ്ഞൊരു തോതിലേക്ക് എത്തും ഇക്വിറ്റിയിൽ. അപ്പോൾ 55 വയസ്സ് കഴിയുമ്പോൾ 10% വരെ വിരമിക്കുന്നവരെ 10% തന്നെ ആയിരിക്കും ഇക്വിറ്റിയിൽ ഉണ്ടാവുള്ളൂ. ബാക്കി 90% ബോണ്ടിലായിരിക്കും. LC25 35 വയസ്സ് വരെ 25% തുക ഇക്വിറ്റിയിലായിരിക്കും. 35 വയസ്സിന് ശേഷം 1% വെച്ച് കുറഞ്ഞ അവസാനം 55 വയസ്സ് കഴിയുമ്പോൾ 5% എന്ന് പറഞ്ഞ ഒരു തോതിലേക്ക് എത്തും. അതായത് 55 വയസ്സിന് ശേഷം 5% മാത്രമാണ് ഇക്വിറ്റിയിൽ നിക്ഷേപം ഉണ്ടാവുള്ളൂ. ബാക്കി 95% ബോണ്ടിലായിരിക്കും. എന്നാൽ ബാലൻസ്ഡ് വളരെ വ്യത്യാസമാണ്. അതിൽ 45 വയസ്സ് വരെയും ഒരാൾക്ക് 50% വരെ ഇക്വിറ്റിയിലിടാൻ പറ്റും. 45 വയസ്സിന് ശേഷം 1% വെച്ച് കുറഞ്ഞ് അത് 55 വയസ്സാകുമ്പോൾ 35% എന്ന് പറഞ്ഞ ഒരു ഇക്വിറ്റി ക്യാപ്പിലേക്ക് പോയി നിൽക്കും. അതായത് 35% ഇക്വിറ്റിയിൽ വിരമിക്കുന്നവരെ ഉണ്ടാവും. ബാക്കി 65% തുക ബോണ്ടിലായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 4 സ്കീമിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് LC75 ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരന് LC75 ബാലൻസ്ഡും നിലവിലുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് LC50 LC25 മാത്രമേ ഉള്ളൂ.
ഈ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരൻ LC-75 ബാലൻസ്ഡും നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളുടെ ചെറിയ പ്രായത്തിൽ LC-75 നിക്ഷേപ രീതി തിരഞ്ഞെടുക്കുക. ഒരു 41 വയസ്സാകുമ്പോൾ LC-75 51% മാത്രമാണ് ഇക്വിറ്റിയിലേക്ക് വരുള്ളൂ. അപ്പോൾ 42ാമത്തെ വയസ്സ് മുതൽ അയാൾ ബാലൻസ്ഡ് സെലക്ട് ചെയ്താൽ 45 വയസ്സ് വരെ അയാൾക്ക് 50% എന്നുള്ളത് ഇക്വിറ്റിയിൽ നിലനിർത്താൻ പറ്റും. 45 വയസ്സിന് ശേഷം അത് 1% വെച്ച് കുറഞ്ഞ് 55ാമത്തെ വയസ്സിൽ 35% എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് വന്ന് ക്യാപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ LC-75നെയും ബാലൻസിനെയും അവിടെയാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടോ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ റിസ്കിനെ നമ്മൾ കുറയ്ക്കുന്നതിന്, അതായത് ഒരു ജീവനക്കാരന് സാമ്പത്തികമായിട്ടുള്ള സാക്ഷരത ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഓട്ടോ ചോയ്സ്. അതിൽ 4 തരം സ്കീമുകളിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ആക്റ്റീവ് ചോയ്സ്. ആക്റ്റീവ് ചോയ്സാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമുക്ക് ലഭിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം. അതായത് നിലവിൽ നമുക്കത് ലഭിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും. അത് എങ്ങനെയാണോ പബ്ലിക്കിനും ബാങ്ക് എംപ്ലോയീസിനും ഈ പറയുന്ന LIC പിന്നെ മറ്റുള്ള ധനകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആക്റ്റീവ് സ്കീമിൽ 75% വരെയും ഓഹരിയിൽ നിക്ഷേപിക്കാൻ അനുവാദമുണ്ട് പബ്ലിക്കിനും പൊതുമേഖലാ ബാങ്കുകൾക്കും. ബാക്കി 25% അവർക്ക് ബോണ്ടിൽ നിക്ഷേപിക്കാം. അത് വേണമെങ്കിൽ ഗവൺമെൻറ് ബോണ്ടാവാം, കോർപ്പറേറ്റ് ബോണ്ടാവാം, ഏതിൽ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാം. 75% ഇക്വിറ്റി നിക്ഷേപിക്കാം. 50 വയസ്സ് കഴിയുമ്പോൾ ഈ 75% എന്നുള്ളത് പിന്നെ കുറയും. അതായത് 50 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് 2.5% കുറഞ്ഞ് 72.5% ആവും ഇക്വിറ്റിയിൽ. 51ാമത്തെ വയസ്സാകുമ്പോൾ 2.5% വീണ്ടും കുറഞ്ഞ് 70% ആവും. അങ്ങനെ കുറഞ്ഞ് 60 വയസ്സാകുമ്പോൾ 50% തുക എങ്ങനെ പോയാലും ഇക്വിറ്റിയിൽ ഉണ്ടാവും. എന്നാൽ ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നത് 100% തുകയും ബോണ്ടിൽ ഇടാൻ പറ്റുന്ന സ്കീം G മാത്രം ഉള്ള ഒരു രീതിയിലാണ് ആക്റ്റീവ് ചോയ്സ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെയും അനുവാദം കൊടുത്തിട്ടില്ല ആക്റ്റീവ് ചോയ്സ് തിരഞ്ഞെടുക്കാൻ. ഇതിലൂടെ നഷ്ടപ്പെടുന്നത് നമുക്ക് കിട്ടേണ്ട റിട്ടേൺ ആണ്. അതായത് ഓട്ടോ ചോയ്സിൽ എങ്ങനെ നിക്ഷേപം നടത്തിയാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10% മുതൽ 11% വരെയാണ്. ആക്റ്റീവ് ചോയ്സിൽ നമുക്കത് ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഇക്വിറ്റിയിലേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘകാല സർവീസുള്ള ഒരാൾക്ക് 13.5% വരെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ 2% ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷം സർവീസുള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വലിയ ഹ്യൂജ് ഡിഫറൻസ് വരും. എന്നാൽ ഡിഫാൾട്ട് ചോയ്സിലേക്ക് വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു 8 to 9% എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് ഒതുക്കപ്പെടുകയാണ്. അതായത് ഓട്ടോ ചോയ്സിനേക്കാളും നഷ്ടമാണ് ഡിഫാൾട്ട് ചോയ്സ്. അപ്പോൾ തമ്മിൽ ഭേദം ഓട്ടോ ചോയ്സാണ് നിലവിലുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് LC-75 ബാലൻസ്ഡും തമ്മിൽ ഭേദമാണ്. ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് LC-50 മാത്രമാണ് കുറച്ചുകൂടി നല്ല രീതിയിലുള്ളത്. ആക്റ്റീവ് ചോയ്സ് നമുക്ക് ഒരു രീതിയിലും ബെനിഫിറ്റ് അല്ല. അത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോണ്ടിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിക്ഷേപം അനുവദിച്ചിട്ടുള്ളൂ. അത് പബ്ലിക്കിനെ പോലെ 75% വരെ ഓഹരി നിക്ഷേപിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റാണ്. പിന്നെ ഒരു എംപ്ലോയിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിലും ആക്റ്റീവ് ചോയ്സ് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒരാൾ തീരുമാനിക്കണം, ഒരാൾക്ക് 40 വയസ്സായി, 40 വയസ്സുള്ളൊരു ജീവനക്കാരൻ ചിന്തിക്കുകയാണ് എനിക്ക് ഇക്വിറ്റിയിൽ ഇനി 30% തുക മതി, ബാക്കി 70% തുക ബോണ്ടിൽ മതി എന്ന് അയാൾക്ക് തീരുമാനിക്കാൻ ആക്റ്റീവ് ചോയ്സിൽ സാധിക്കും. അതായത് അയാളുടെ 40 വയസ്സ് മുതൽ അയാൾക്ക് 30% തുകയും ഇക്വിറ്റിയിലും ബാക്കി 70% തുക ബോണ്ടിലായിട്ട് നിലനിർത്താൻ പറ്റും. അത് അയാളുടെ ഇഷ്ടം. വേണമെങ്കിൽ അയാൾക്ക് 75% വരെ അത് ഇക്വിറ്റീനെ കൂട്ടാനും പറ്റും. അപ്പോൾ അയാളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ വേറൊരു കേസ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾക്ക് തോന്നുവാണ് അയാളുടെ 25ാമത്തെ വയസ്സ് അയാളെ സർവീസിൽ കയറി, അയാൾക്ക് 50 വയസ്സ് വരെയും 75% തുക ഇക്വിറ്റിയിൽ ഇരിക്കുന്നതിനോട് കുഴപ്പമില്ല. അവസാനത്തെ 10 വർഷം സ്റ്റോക്ക് മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകളിൽ അയാൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അയാൾക്ക് എന്നാണോ 50 വയസ്സ് പൂർത്തിയാവുന്നത് അന്ന് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. അതായത് വേണമെങ്കിൽ അയാൾ ചിന്തിക്കുകയാണെങ്കിൽ 50 വയസ്സ് മുതൽ എനിക്ക് വെറും 10% തുക ഇക്വിറ്റിയിൽ മതി, 90% തുക ബോണ്ടിലേക്ക് പോട്ടെ. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കും 55 വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ ആക്കാമെന്ന്. അല്ലെങ്കിൽ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മാർക്കറ്റിലെ ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർ ചിന്തിക്കും 59, ഇനിയിപ്പോൾ 1 വർഷമല്ലേ ഉള്ളൂ സർവീസിൽ, അപ്പോൾ വേണമെങ്കിൽ ഇക്വിറ്റിയിലെ പെർസെൻറ്റേജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് 100% തുക ബോണ്ടിൽ നിർത്തിയാൽ നിലവിലുള്ള റിട്ടേണിൻ്റെ കൂടെ ഒരു 9% തുക എന്തായാലും കിട്ടും. അപ്പോൾ അത് മതി, നമുക്ക് വെറുതെ റിസ്ക് എടുത്ത് കുറയ്ക്കേണ്ട എന്നുള്ള ചിന്താഗതി ഉള്ളവർക്കും ഈ ആക്റ്റീവ് ചോയ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് തന്നാൽ മാത്രമാണ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നമുക്ക്
ചിന്തിക്കാനും നമ്മുടെ സ്കീമിനെ മാറ്റി നമ്മുടെ പെൻഷൻ ഫണ്ടിനെ സുരക്ഷിതമാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സംഭവം തന്നിട്ടില്ല. ഇത് തരാത്തതിന് മെയിൻ കാരണം പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സാക്ഷരത ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മളെപ്പോലെ തന്നെയാണ് പബ്ലിക്കും. നമ്മളെക്കാളും കുറച്ചുകൂടി അറിവ് കുറവുള്ളവരായിരിക്കും പബ്ലിക്. അവർക്ക് ഈ ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് തന്നുകൂടാ? ഇതിനകത്ത് ഈ പെൻഷൻ നമ്മളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ പെൻഷൻ പദ്ധതിയിൽ എന്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നാലും അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കതിനുള്ള സ്വാതന്ത്ര്യം തരണം. സാമ്പത്തിക സാക്ഷരതയുള്ളവർ മാത്രം മാറ്റിക്കോട്ടെ. ബാക്കിയുള്ളവർക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓട്ടോ ചോയ്സും ഡിഫാൾട്ട് ചോയ്സും ഉണ്ടല്ലോ. അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തോട്ടെ. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന പോലെ നമുക്ക് ആക്റ്റീവ് ചോയ്സ് നിഷേധിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ PFRDA അനുകൂലമാണ്. PFRDA നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഇത് മാറ്റുന്നതിന് കുഴപ്പമില്ലയെന്ന്. അത് പക്ഷേ നമുക്ക് അനുവദിച്ച് തരേണ്ടത് നമ്മുടെ എംപ്ലോയർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവർ PFRDA ആവശ്യപ്പെട്ടാൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണം PFRDA ആപ്ലിക്കേഷനിൽ നിർവഹിച്ച് തരും. അപ്പോൾ അവിടെ ഒരു തടസ്സമില്ല. നമ്മുടെ യൂണിയൻസ്, അതായത് നമ്മുടെ തൊഴിലാളി യൂണിയനുകളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ മുഖേന സർക്കാരിലേക്ക് ഒരു നിവേദനം കൊടുത്താൽ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടും. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കും അറിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇതൊന്നും ആരും ആവശ്യപ്പെടാത്തത്. അപ്പം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഇത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി ആക്റ്റീവ് ചോയ്സിന് വേണ്ടി വാദിക്കണം. ഇത് അല്ലാണ്ട് വേറൊരു സ്കീമും കൂടെയും പുതുതായിട്ട് ഗവൺമെൻറ് സെക്ടറിലും അതായത് പബ്ലിക് സെക്ടർ ബാങ്കിലുള്ളവർക്ക് വന്നിട്ടുണ്ട്. MSM എന്നാണ് പറയുന്നത്, മൾട്ടി സ്കീം എന്നാണ് പറയുന്നതിന്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ ഇത്രയെന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ കാര്യമില്ല. അത് 100% വരെ ഇക്വിറ്റിയിലിടാൻ അനുവദിക്കുന്ന ഉയർന്ന നേട്ടം തരുന്നതും ഉയർന്ന റിസ്ക് ഉള്ളതുമായിട്ടുള്ള നിക്ഷേപ രീതിയാണ്. നമുക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് പോലെയാവും. അതിലും നല്ലത് നമുക്കിപ്പോൾ ആക്റ്റീവ് ചോയ്സിനേക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. അത് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആക്റ്റീവ് ചോയ്സ് തന്നെയാണ് എപ്പോഴും നല്ലത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ആക്റ്റീവ് ചോയ്സ് തന്നെയാണ് നല്ലത്. ഓട്ടോ ചോയ്സിൽ എന്താ ഒരു ഡ്രോബാക്ക് തന്നെ ഉള്ളതെന്ന് വെച്ചാൽ 35 വയസ്സ് കഴിയുമ്പോൾ LC75 തിരഞ്ഞെടുത്ത ഒരാളുടെ വിഹിതം 4% ഓട്ടോമാറ്റിക്കലി വിറ്റൊഴിവായി ബോണ്ടിലേക്ക് മാറും. അപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണെങ്കിൽ ഈ 4% വിറ്റൊഴിവാകുന്നത് നമുക്ക് നഷ്ടമാണ്. അത് ഒരു വർഷമാണ് കാത്തിരുന്നാൽ ചിലപ്പോൾ നല്ല പ്രോഫിറ്റിൽ നമുക്ക് വിറ്റ് മാറാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് അനുവാദമില്ല. അതിൻ്റെ ഒരു അപകടാവസ്ഥ PFRDA അല്ലെങ്കിൽ സർക്കാരുകളോ ചിന്തിച്ചിട്ടില്ല. അത് നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. നമ്മൾ ആ പ്രശ്നങ്ങളുടെയും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു.